നമസ്കാരം, വിനീഷാണ്. പിന്നെ ഞാനിന്നൊരു ഇന്റർവ്യൂ കാണാനിടയായി. കമ്മ്യൂണിസ്റ്റുകാരുടെ കോമഡികളും വിടുവായുത്തരങ്ങളും തള്ളലും നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. ഇന്ന് കണ്ട ഇന്റർവ്യൂ എന്നെ വല്ലാണ്ട് ചിരിപ്പിച്ചു. കമ്മ്യൂണിസ്റ്റ് അതായത് നമ്മുടെ മുൻമന്ത്രി സഖാവ് ഇ കെ നായനാരെ നമുക്ക് ഒരുവിധം മലയാളികൾക്ക് രാഷ്ട്രീയ ഭേദമന്യേ മലയാളി എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു നേതാവായിരുന്നു. പുള്ളി ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, പിന്നെ എന്താണ്, വിദ്യാഭ്യാസം ആവശ്യമില്ല ഒരു മന്ത്രിയാവാന്നൊക്കെ പറഞ്ഞിട്ട്. അതെനിക്ക് തോന്നുന്നത് ഈ കമ്മ്യൂണിസ്റ്റ് ഭരണമൊക്കെ മുന്നിൽ കണ്ടിട്ടാണ് തോന്നുന്നുണ്ട്. അവരെ മന്ത്രിമാരെയൊക്കെ വിലയിരുത്തിക്കൊണ്ട് പറഞ്ഞതാണെന്ന് തോന്നുന്നുണ്ട്. അങ്ങനത്തെ ഇന്റർവ്യൂ ആണെന്ന് തോന്നുന്നു ഇത് ഞാനിപ്പോ കണ്ടത്. ശൈലജ ടീച്ചറുടെ ആ ഇന്റർവ്യൂ കണ്ടിട്ട് എനിക്ക് ചിരി വന്നു, സത്യം പറഞ്ഞാൽ. നിങ്ങളൊന്ന് കണ്ടത് കിട്ടും. കഴിഞ്ഞ ദിവസം ഏതോ ഒരു ഇയാൾ എന്നോട് പറഞ്ഞത്, ഒരു വീട്ടിൽ 3 സ്ത്രീകൾ മാത്രമുള്ള ഒരു വീട് സന്ദർശിക്കാൻ ഇലക്ഷന്റെ ഒക്കെ ഭാഗമായിട്ട് മറ്റോ പോയ ഒരു റിട്ടയേർഡ് ഉദ്യോഗസ്ഥയാണ്. അവർ പോയ സമയത്ത് അവരോട് സ്ത്രീകൾ മാത്രമേ ഉള്ളൂ, ആരുമില്ല. അപ്പൊ ചോദിച്ചു പോലും, നിങ്ങൾ 3 മാത്രമല്ലേ ഉള്ളൂ, എങ്ങനെ ജീവിക്കുന്നത്? ദരിദ്ര കുടുംബമാണ്. അപ്പൊ അതിൽ പ്രായമുള്ള ഒരു സ്ത്രീ പറഞ്ഞത്രേ, ഞങ്ങൾക്ക് പിറക്കാതെ പോയ മകൻ ഞങ്ങളെ രക്ഷിക്കുന്നു. അപ്പൊ കേട്ടപ്പോ പെട്ടെന്ന് എനിക്ക് തോന്നി, പക്ഷെ ഇവർക്കന്ന് മനസ്സിലായില്ല ആരാണത് ചോദിച്ചു പോലും. ഞങ്ങൾക്ക് പിറക്കാതെ പോയ മകൻ ഞങ്ങളെ രക്ഷിക്കുന്നു. അത് മറ്റാരുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രി. ഒരു പക്ഷെ അവർ ഇന്നിപ്പൊ ചിന്തിക്കുന്നുണ്ടാവും, ഇങ്ങനെ ഒരു മകൻ പിറക്കേണ്ടിയേ ഇരുന്നില്ല. അത് ഓരോ തള്ളുകളെ എനിക്ക് വയ്യ.